ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. വെൽക്കം ബാക്ക് ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്. ഓണാവധി കഴിഞ്ഞപ്പോൾ പറ്റിയൊരു ബ്രേക്കായി. നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ് ഓവർ റൈഡിങ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. മെത്തേഡ് ഓവർ റൈഡിങ് വരുന്നത് ഇൻഹെറിറ്റൻസിൻ്റെ കേസിലാണ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്താ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്, ഇൻഹെറിറ്റൻസ് അതിൻ്റെ ടൈപ്പ്, ഇൻഹെറിറ്റൻസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇൻഹെറിറ്റൻസിൽ ഒരു ക്ലാസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ നിന്ന് പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്യുന്നു. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ് നമ്മൾ സൂപ്പർ ക്ലാസ് എന്നും ഡിറൈവ് ചെയ്തതിനെ നമ്മൾ സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ സൂപ്പർ ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, അതായത് മെത്തേഡ്സും അതിൻ്റെ ഡാറ്റ മെമ്പേഴ്സും എല്ലാം ഈ ചൈൽഡ് ക്ലാസ്സിന് കിട്ടും. അപ്പോൾ മെത്തേഡ്സ് എന്നാൽ ഫങ്ഷൻസും കിട്ടും. അപ്പോൾ ഈ മെത്തേഡ്സിനെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. അതായത് പാരലിൽ നിന്ന് കിട്ടിയ മെത്തേഡിനെ ചൈൽഡ് ക്ലാസ്സിന് അതുപോലെ യൂസ് ചെയ്യാം. അതിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പോലെ അതിൻ്റെ സ്വന്തം ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പോലെ തന്നെ കോൾ ചെയ്യാം. ആ ഡെഫിനിഷൻ നമുക്ക് വേണ്ട, പുതിയ സ്വന്തമായിട്ട് ഡെഫിനിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡ് ചെയ്യുന്നത്. ഓവർ റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഡെഫിനിഷനെ മായ്ച്ച് കളഞ്ഞ് പുതിയൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, when a method in a subclass has the same name and type signature as a method in its superclass, then the method in the subclass is said to be override the method in the superclass. സൂപ്പർക്ലാസ്സിലെ മെത്തേഡിനെ സബ് ക്ലാസ് ഓവർറൈഡ് എന്ന് പറയും, ഓവർറൈഡ് ചെയ്യുന്നു എന്ന് പറയും. എപ്പോഴാണ് സബ് ക്ലാസ്സിനകത്ത് ഒരു ഫംഗ്ഷന് സൂപ്പർ ക്ലാസ്സിലുള്ള ഒരു ഫംഗ്ഷൻ്റെ അതേ പേരും അതേ സിഗ്നേച്ചർ ടൈപ്പ്, ടൈപ്പ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, പാരാമീറ്റേഴ്സ് ലിസ്റ്റ്, അതിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം, അതിൻ്റെ ടൈപ്സ് എല്ലാം മാച്ച് ആയി വരണം, ഐഡൻറ്റിക്കൽ ആയിട്ട് വരണം. അപ്പോൾ ഐഡൻറ്റിക്കൽ ആയി വരുന്നു പറഞ്ഞെങ്കിൽ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ് ലിസ്റ്റിലെ എണ്ണം, അതിൻ്റെ ടൈപ്പ് എല്ലാം സെയിം ആയി വരുമ്പോൾ ആ ഫംഗ്ഷൻ ഐഡൻറ്റിക്കൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെ സൂപ്പർ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ അതേ പേരിലും അതേ ടൈപ്പ് സിഗ്നേച്ചറിലും സബ് ക്ലാസ്സിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ പാരന്റ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഫംഗ്ഷൻ ഡെഫിനിഷനെ മായ്ച്ച് കളഞ്ഞ് സബ് ക്ലാസ് സ്വന്തമായിട്ട് കൊടുക്കുന്ന ഡെഫിനിഷൻ ആയിരിക്കും പിന്നെ സബ് ക്ലാസ്സിനെ സംബന്ധിച്ചോളം ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ സബ് ക്ലാസ്സിനകത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിനെ കോൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് കോൾ ചെയ്യുന്നത് അതിൻ്റെ സ്വന്തം സബ് ക്ലാസ്സിൻ്റെ സ്വന്തം ഡെഫിനിഷൻ ആയിരിക്കും. അതാണ് ഈ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. when an overridden method is called from within a സബ് ക്ലാസ്സിൻ്റെ അകത്ത് വെച്ച് കോൾ ചെയ്യണം, അതിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യുകയാണെങ്കിൽ it will always refer to the version of that method defined by the subclass. അതിൻ്റെ സ്വന്തം വേർഷൻ ആയിരിക്കും കോൾ ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് കിട്ടിയൊരു വേർഷൻ ഓഫ് മെത്തേഡ് ഉണ്ട്, അതിനെ യൂസ് ചെയ്യില്ല, അത് ഹിഡൻ ആയിട്ട് കിടക്കും. ഇതാണ് ഓവർ റൈഡിങ്ങിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഹെറിറ്റൻസിൻ്റെ കേസിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഹെറിറ്റൻസിൻ്റെ കേസിലാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്ന ഒരു കേസ് വരുന്നത്, അങ്ങനത്തെ അങ്ങനെ ഒരു ചാൻസ് വരുന്നത്. അങ്ങനെ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ് ക്ലാസ്സിനകത്ത് പുതിയൊരു ഡെഫിനിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ് ഈ ഓവർ റൈഡിങ്. അതേസമയം ഓവർ ലോഡിങ് ഉണ്ട്, ഫംഗ്ഷൻ ഓവർ ലോഡിങ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓവർ ലോഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ ഒരു ഫംഗ്ഷന് മൾട്ടിപ്പിൾ ഡെഫിനിഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം, കാരണം ഇത് എക്സാമിന് അങ്ങനെ ചോദിക്കാറുണ്ട്. ഫംഗ്ഷൻ ഓവർലോഡിങ് ഓവർ റൈഡ് നമ്മൾ ഡിഫറൻസസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോട്ടിനകത്തുണ്ടാവും, നോട്ടിനകത്തുണ്ടാവും. ഫംഗ്ഷൻ ഓവർ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം ഫംഗ്ഷനെ തന്നെ ഒരു ഫംഗ്ഷൻ മൾട്ടിപ്പിൾ ഡെഫിനിഷൻ കൊടുക്കുന്നു. അതേസമയം ഫംഗ്ഷൻ ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഹെറിറ്റൻസ് നടക്കുന്നത്, ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ അവിടെ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. പാരന്റ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഫംഗ്ഷനെ ചൈൽഡ് ക്ലാസ് പുതിയ ഡെഫിനിഷൻ കൊടുക്കുന്നതിനാണ് ഓവർ റൈഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ക്ലാസ് എ എന്ന് പറയുന്ന ക്ലാസ്സിന് രണ്ട് ഡാറ്റ മെമ്പേഴ്സ് ഐ ആൻഡ് ജെ. അതിൻ്റെ കൺസ്ട്രക്ടറാണ് ഈ ചെയ്യുന്നത്. ഐക്കും ജെയും ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഈ കൺസ്ട്രക്ടർ പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടറാണ്, പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഷോ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് ചെയ്യുന്നത് എന്താണ്, ഐ ആൻഡ് ജെയെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു, പ്രിന്റ് ചെയ്താണ് ചെയ്യുന്നത്. ഇനി ക്ലാസ് ബി നോക്കൂ. ക്ലാസ് ബി എക്സ്റ്റെൻസ് എ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടാണ് ക്ലാസ് ബി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ബിക്ക് ഇപ്പോൾ പാരലിൽ നിന്ന് കിട്ടിയ ഐ ജെ എന്ന് പറയുന്ന ഡാറ്റ മെമ്പേഴ്സും ഷോ എന്ന് പറയുന്ന മെത്തേഡും എയിൽ നിന്ന് കിട്ടും, ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടും. പിന്നെ ക്ലാസ് ബിക്ക് സ്വന്തമായിട്ട് കെ എന്ന് പറയുന്ന ഒരു ഡാറ്റ മെമ്പർ ഉണ്ട്. പിന്നെ ക്ലാസ് ബിയുടെ കൺസ്ട്രക്ടർ ഇതുപോലെ 3 വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിനകത്തുണ്ടോ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. സൂപ്പർ ഉപയോഗിച്ചിട്ട് പാരന്റ് ക്ലാസ്സിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഐയും ജെ ഇനിഷ്യലൈസ് ആവും, പിന്നെ കെ ഇവിടെ ഡയറക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഷോ എന്ന് പറയുന്ന മെത്തേഡിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡ് ആയിരുന്നു ഷോ. എ എന്ന് പറയുന്ന ക്ലാസ്സിനെ ബി ഇൻഹെറിറ്റ് ചെയ്യുന്നതോടെ എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഷോ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ബി ഡോട്ട് ഷോ എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരന്റ് ക്ലാസ്സിന് കിട്ടിയ ഡെഫിനിഷൻ വർക്ക് ചെയ്യണം. പക്ഷേ ഇവിടെ ബി സ്വന്തമായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തു. ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്, കെ ഡിസ്പ്ലേ ചെയ്യുന്നത്, കെ പ്രിന്റ് ചെയ്യുന്നത്. പാരലിൽ നിന്ന് കിട്ടിയതിനകത്ത് ഐയും ജെയും പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷോ ഇതിൻ്റെ സിഗ്നേച്ചർ നോക്കൂ, റിട്ടേൺ ടൈപ്പ് സെയിം ആണ്, പേര് സെയിം ആണ്, പാരാമീറ്റേഴ്സ് ഇല്ല.
അപ്പോൾ ഇത് ശരിക്കും ഓവർറൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബി എന്ത് ചെയ്യുന്നു, ഈ ഷോ എന്ന് പറയുന്ന മെത്തേഡിന് പുതിയൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ ഓവർ റൈഡിങ് ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ക്ലാസ് ബി ഓവർ റൈഡ്സ് ദ മെത്തേഡ് ഷോ വിച്ച് ഈസ് ഇന്നേറ്റഡ് ഫ്രം ദ പാരന്റ് ക്ലാസ് എ. എയിൽ നിന്ന് കിട്ടിയ പാരന്റ് ക്ലാസ്സിന് ഇവിടെ ഓവർ റൈഡ് ചെയ്തു. ഇനി നമുക്കിതിനെ റൺ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ബി എന്ന് പറഞ്ഞിട്ട് ബി എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ വേറെ ക്ലാസ്സിനകത്ത് മെയിൻ മെത്തേഡിനകത്ത് ബി എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് 3 പാരാമീറ്റേഴ്സ് പാസ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം, 3 പാരാമീറ്റർ പാസ് ചെയ്യുമ്പോൾ ഈ കൺസ്ട്രക്ടറാണ് വർക്ക് ചെയ്യുക. 3 പാരാമീറ്റേഴ്സ് വന്നു, അതിനകത്ത് സൂപ്പർ പാരൻറ്റിൻ്റെ കൺസ്ട്രക്ടർ വെച്ച് ഐ ജെ ഇനിഷ്യലൈസ് ചെയ്തു, കെ ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് സബ് ഒബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഷോ കോൾ ചെയ്യുമ്പോൾ ഇവിടെ ഏത് ഷോ ആണ് വർക്ക് ചെയ്യുക, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കോൾ ദിസ് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനാണ് അവിടെ വർക്ക് ചെയ്യുക. ബി സ്വന്തമായിട്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ഇപ്പം ഇവിടെ ഇങ്ങനെ ഷോക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ കോളിൽ സംഭവിക്കുക ബി പാരന്റ് എ എന്ന് പറയുന്ന പാരന്റ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഷോ ആയിരിക്കും വർക്ക് ചെയ്യുക. അതായത് ഈ ഐ ജെ പ്രിന്റ് ആണ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ ബി സ്വന്തമായിട്ട് ഡെഫിനിഷൻ കൊടുത്തത് കൊണ്ട് ഈ ഒരു കോളിൽ കെന്റെ വാല്യൂ പ്രിന്റ് ആണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇത് പറയുന്നുണ്ട് മെത്തേഡ് ഓവർറൈഡിങ് ഒക്കേഴ്സ് ഓൺലി വെൻ ദ നെയിംസ് ആൻഡ് ടൈപ്പ് ഓഫ് സിഗ്നേച്ചർ ഓഫ് ദ ടു മെത്തേഡ്സ് ആർ ഐഡന്റിക്കൽ. രണ്ട് പാരന്റിൽ നിന്ന് കിട്ടിയ ഫംഗ്ഷൻ്റെയും ചൈൽഡിലുള്ള ഫംഗ്ഷൻ്റെയും മെത്തേഡ്സിൻ്റെയും ടൈപ്പ് സിഗ്നേച്ചർ, അതിൻ്റെ എല്ലാ അടയാളങ്ങളും ഐഡന്റിക്കൽ ആയിരിക്കണം. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാം മാച്ച് ആവണം. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റിലെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്സ് എല്ലാം ഐഡന്റിക്കൽ ആയാൽ മാത്രമേ അത് കിട്ടും. അല്ലെങ്കിൽ അവിടെ ശരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു മാച്ചിങ് ഇല്ലാതെ പോയാൽ, ഒരു പാരാമീറ്ററിന്റെ ടൈപ്പോ പേരോ അല്ലെങ്കിൽ അതിന്റെ എണ്ണമൊക്കെ മാറിപ്പോയാൽ, അല്ലെങ്കിൽ റിട്ടേൺ മാറിപ്പോയാൽ അവിടെ ഓവർ റൈഡിങ് അല്ല പിന്നെ സംഭവിക്കുക, അത് ജസ്റ്റ് ഓവർലോഡിങ് ആണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ എക്സാക്ട് ഐഡന്റിക്കൽ ആയാലേ ഇൻഹെറിറ്റൻസിന്റെ കേസിൽ ഓവർ റൈഡിങ് സംഭവിക്കുക, അല്ലെങ്കിൽ ഓവർലോഡിങ് ആണ് സംഭവിക്കുക. ഇത്രയാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പറയുന്നത് കൺസ്ട്രക്ടറിന്റെ വർക്കിങ്ങിന് കുറച്ച് റൂൾസ് ആണ്. ഈ റൂൾസ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്ന റൂൾസ് ആണ്. അതായത് അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. കൺസ്ട്രക്ടറിനെ കുറിച്ച് പറയാം. കൺസ്ട്രക്ടറിന്റെ ഓർഡർ ഓഫ് കൺസ്ട്രക്ടർ എക്സിക്യൂഷൻ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടു പാരന്റിന് കൺസ്ട്രക്ടർ ഉണ്ട്, ചൈൽഡിന് കൺസ്ട്രക്ടർ ഉണ്ട്. ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ ഏത് കൺസ്ട്രക്ടർ ആദ്യം വർക്ക് ചെയ്യും, ഏത് പിന്നെ വർക്ക് ചെയ്യുന്നുള്ളതിന് ഒരു ഓർഡർ ഉണ്ട്, ഒരു റൂൾ ഉണ്ട്. അപ്പോൾ ഡെറിവേഷന്റെ ഓർഡറിൽ തന്നെയാണ് കൺസ്ട്രക്ടർ ആർ കോൾഡ് ഇൻ ഓർഡർ ഓഫ് ഡെറിവേഷൻ ഫ്രം സൂപ്പർ ക്ലാസ് ടു സബ് ക്ലാസ്. സൂപ്പർ ക്ലാസ് സബ് ക്ലാസ്സിലേക്ക് ഉള്ള ഓർഡറിൽ തന്നെയാണ് ഇത് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്യപ്പെടുക. ഇപ്പോൾ നമ്മുടെ കേസിൽ എ സൂപ്പർ ക്ലാസ്സിന് ബി സബ് ക്ലാസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ബിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ബിന്റെ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യാതെ അതിന്റെ ഓട്ടോമാറ്റിക്കലി സൂപ്പർ ക്ലാസ് എന്റെ കൺസ്ട്രക്ടറിനെ വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് അതിന്റെ ഒരു പാരാമീറ്റർ കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പാരാമീറ്റർ സൂപ്പർ എന്ന് നമ്മളവിടെ സൂപ്പർ എന്ന് കൊടുത്തുകൊണ്ട് എക്സ്പ്ലിസിറ്റ്ലി അതിനെ ഇൻവോക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ നോക്കിയാൽ, ഇപ്പൊ ഈ നമ്മുടെ എക്സാമ്പിൾ നോക്കും. ഇപ്പൊ എ എന്ന് പറയുന്നത് അകത്ത് കൺസ്ട്രക്ടർ ഉണ്ട്, അത് പാരാമീറ്റർ കൺസ്ട്രക്ടർ ആണ്. ബി എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ ചൈൽഡ് ആണ്, അതിനകത്ത് കൺസ്ട്രക്ടർ ഉണ്ട്. അപ്പോൾ ബിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ബി എന്ന ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ബിയിലേക്ക് 3 വാല്യൂസ് പാസ് ചെയ്യേണ്ടത്, അതായത് കൺസ്ട്രക്ടറിലേക്ക്. അപ്പോൾ ഈ കൺസ്ട്രക്ടറാണ് വർക്ക് ചെയ്യുക. പക്ഷെ ഇതിന്റെ അകത്ത് ഇതൊരു ബൈ ഡിഫോൾട്ട് ആയിട്ടില്ല, അതായത് പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു കൺസ്ട്രക്ടർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി എന്തുവാ ചെയ്യും, പാരന്റിന്റെ ഓട്ടോമാറ്റിക് കൺസ്ട്രക്ടർ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്കിത് പാരാമീറ്റർ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ സൂപ്പർ എ ബി, സൂപ്പർ എന്ന പാരന്റിന്റെ കൺസ്ട്രക്ടറിലേക്ക് എയും ബിയും പാസ് ചെയ്യും. അപ്പോൾ ഈ സൂപ്പർ എ ബി എന്ന് പറയുമ്പോൾ ഈ കൺസ്ട്രക്ടറാണ് വർക്ക് ചെയ്യുക. സൂപ്പർ എന്ന് പറയുന്നത് എ ആണ്, അപ്പോൾ ഈ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ റൂൾ പറയുന്നത്, പിന്നെ അടുത്ത റൂൾ പറയുന്നത്, ആദ്യം നമ്മൾ പറഞ്ഞ ഇതിന്റെ ഇൻഹെറിറ്റൻസിന്റെ ഓർഡറാണ്. അപ്പോൾ ആദ്യം എന്റെ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും, പിന്നെ ബിന്റെ കൺസ്ട്രക്ടറിന്റെ കോഡ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ പറയുന്നത് നമ്മൾ സൂപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സൂപ്പർ കോൾ ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചൈൽഡ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനകത്താണ് നമ്മൾ സൂപ്പർ കോൾ ചെയ്യുക. അപ്പോൾ ചൈൽഡ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് സൂപ്പർ എന്ന് പറയുന്ന കോള് സബ് ക്ലാസ് കൺസ്ട്രക്ടറിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഇനി സൂപ്പർ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലോ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അല്ലെങ്കിൽ പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. ഇതാണ് ഓർഡർ ഓഫ് കൺസ്ട്രക്ടർ എക്സിക്യൂഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് എന്റെ അകത്ത് ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ക്ലാസ് ബി എന്ന് പറയുന്നത് എനെ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ബിക്ക് സ്വന്തം ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ്. ക്ലാസ് സി ബിയിൽ നിന്ന്, അപ്പോൾ എ ബി സി എന്നുള്ളതാണ് ഇതിന്റെ ഡെറിവേഷന്റെ ഓർഡർ.
എ ആണ് സൂപ്പർ മോസ്റ്റ് പാരന്റ്, പിന്നെ അതിന്റെ ബി, അതിന് ഡിറൈവ് ചെയ്യുന്നു, ബിന്റെ ചൈൽഡാണ് സി. മൂന്നിനും കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഇനി നമ്മളുടെ സി വേറൊരു ക്ലാസ്സിനകത്ത് മെയിൻ മെത്തേഡിനകത്ത് സി എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് സി ന്യൂ സി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ സീന്റെ കൺസ്ട്രക്ടറിലേക്ക് വരും. പക്ഷേ ഈ സീന്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് മുമ്പ് അതിന്റെ കൺസ്ട്രക്ടറിന്റെ എക്സിക്യൂഷൻ മുമ്പാണെങ്കിൽ അത് ഈ ഒരു ക്ലാസിനെ ക്രിയേറ്റ് ചെയ്യണം, ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ആക്ച്വലി കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ക്രിയേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന്റെ പാരന്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ട്, കുറെ കാര്യങ്ങൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പാരന്റിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യും. അപ്പോൾ അതിനെ സംബന്ധിച്ചോളം അത് കംപ്ലീറ്റ് ആണെങ്കിൽ അതിന്റെ പാരന്റിന്റെ കൺസ്ട്രക്ടർ റൺ ആവണം. അപ്പോൾ ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക സി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതിയാലും ആദ്യം വർക്ക് ചെയ്യുന്നത് പാരന്റ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ ആണ്, ദെൻ അതിന്റെ ചൈൽഡ് ക്ലാസിന്റെ ദെൻ സി, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് 3 കൺസ്ട്രക്ടറിനകത്ത് പ്രിന്റ് ചെയ്യുന്നുണ്ട്, ഇൻസൈഡ് എ കൺസ്ട്രക്ടർ, ഇൻസൈഡ് ബി, ഇൻസൈഡ് സി എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. സി എന്ന് പറയുമ്പോൾ ആദ്യം വർക്ക് ചെയ്യുന്നത് എന്റെ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും, ദെൻ ബി, ദെൻ സി, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കൺസ്ട്രക്ടറിന്റെ എക്സിക്യൂഷൻ ഓർഡർ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു എക്സാമ്പിൾ പ്രോഗ്രാമാണിത്. ഇത്രയാണ് കൺസ്ട്രക്ടേഴ്സിന്റെ എക്സിക്യൂഷൻ ഓർഡർ പറയാനുള്ളത്. കുറച്ച് റൂൾസ് കൂടെ ഉണ്ട്. നമുക്കൊരു കൺസ്ട്രക്ടറിന്റെ സബ് ക്ലാസ്സിൽ നിന്ന് ആ കൺസ്ട്രക്ടറുടെ പേര് വെച്ച് കോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും സൂപ്പർ എന്നുള്ള കീവേഡ് വെച്ചിട്ട് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. യൂസ് ദ കീവേഡ് സൂപ്പർ, സൂപ്പറിന്റെ കീവേഡ് ഉപയോഗിച്ച് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ എപ്പോഴും നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരിക്കും ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. സബ് ക്ലാസ് കൺസ്ട്രക്ടറിൽ അപ്പോൾ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉള്ളതെങ്കിൽ അതാണ് വർക്ക് ചെയ്യുക. നമുക്ക് ഇനി പാരാമീറ്റേഴ്സ് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉള്ള കൺസ്ട്രക്ടറാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. അതായത് ഓട്ടോമാറ്റിക്കലി ഒരിക്കലും അത് വർക്ക്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിനെ കമ്പൈലർ അതിനെ ബൈ ഡിഫോൾട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കോൾ ചെയ്യില്ല. അതിന് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കോൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ എ ഓഫ് ഇൻഡ്യ ബി എന്നുള്ള കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യാൻ നമ്മൾ ബി ക്ലാസ്സിൽ ചെയ്തത് സൂപ്പർ എ ബി എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാണ് ചെയ്തത്. അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി നമ്മളായിട്ട് തന്നെ കോൾ ചെയ്യണം, ബൈ ഡിഫോൾട്ട് വർക്ക് ചെയ്യില്ല. അതേസമയം ഇതിനു മുമ്പ് നമ്മൾ കണ്ട എ ബി സി എന്ന എക്സാമ്പിളിനകത്ത് എല്ലാം ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയതുകൊണ്ട് ബൈ ഡിഫോൾട്ട് കോൾ നടക്കും. അതാണ് ഇതിന്റെ വ്യത്യാസം. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം, കൂടുതൽ എക്സാമ്പിൾസ് പറയുന്നില്ല. ഇപ്പോൾ ക്ലാസ് എ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, ഇതിൻ്റെ അകത്തുണ്ട്. ഈ ക്ലാസ്സിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ക്ലാസ് ബി ചെന്ന് എ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ബിക്ക് സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ടർ ഉണ്ട്, ഇൻ ബി എന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ ക്ലാസ്സിനകത്ത് മെയിൻ മെത്തേഡിനകത്ത് നമ്മൾ ബിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം എന്ത് സംഭവിക്കും? ആദ്യം ഈ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. പക്ഷെ അത് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള എക്ക് ഒരു ബൈ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, അത് നമ്മൾ എഴുതിയാലും ഇല്ലെങ്കിലും ഉണ്ട്. അപ്പോൾ അതിനെ കോൾ ചെയ്യും. പക്ഷെ അവിടെ ഒന്നും ചെയ്യുന്നില്ല, അത് ഡു നത്തിങ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഇൻ ബി എന്ന് മാത്രമേ വരികയുള്ളൂ. അതേസമയം അടുത്തൊരു എക്സാമ്പിളിനകത്ത് ഇതിനകത്ത് എ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഒരു പാരാമീറ്റർ കൺസ്ട്രക്ടർ ഒബ്ജക്റ്റ് ഉണ്ട്, ബിക്ക് പക്ഷേ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉള്ളത്. ഇപ്പോൾ ബി എന്ന് പറയുന്ന ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ബി എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും, ഇൻ ബി എന്ന് പ്രിന്റ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പായിട്ട് പാരന്റിന്റെ കൺസ്ട്രക്ടർ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. പക്ഷെ ഇവിടെ നമ്മളൊരു പാരാമീറ്റർ കൺസ്ട്രക്ടർ ഉണ്ട്, ഇതിനെ കോൾ ചെയ്യില്ല. കാരണം ഇതിനെ കോൾ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സൂപ്പർ എന്ന് ഉപയോഗിച്ച് കോൾ ചെയ്യണം. ഓക്കെ, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നമ്മൾ എഴുതിയാലും ഇല്ലെങ്കിൽ അവിടെ ബിഹൈൻഡ് ദ സ്ക്രീൻ ഉണ്ട്, അത് ഡു നത്തിങ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ കേസിലും ഇൻ ബി തന്നെയാണ് ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഇൻ ബി തന്നെ ആയിരിക്കും. കാരണം ഈ പാരന്റിലുള്ള കൺസ്ട്രക്ടർ പാരാമീറ്ററൈസ്ഡ് ആണ്, അതിനെ എക്സ്പ്ലിസിറ്റ് ഇവിടെ കോൾ ചെയ്യുന്നില്ല. ഡിഫോൾട്ടിനെ അങ്ങനെ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുള്ളൂ, പാരാമീറ്റർ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യില്ല. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ഇതിനകത്ത് ക്ലാസ് എക്ക് ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ഉണ്ട്. ക്ലാസ് ബിക്ക് ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ മാത്രമേ ഉള്ളൂ. ബിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും, അത് അതിന്റെ പാരന്റ് ക്ലാസ്സിലെ ഡിഫോൾട്ട് ഇതിനെ കോൾ ചെയ്യും. പക്ഷെ അതിനകത്തൊന്നും ചെയ്യുന്നില്ല. അപ്പോഴും ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് പിന്നെ അതിനുശേഷം ഈ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. അപ്പോൾ എപ്പോഴും ഇതിന്റെ ഔട്ട്പുട്ട് ഇൻ ബി എന്ന് തന്നെ ആയിരിക്കും. കാരണം ഈ പാരാമീറ്റർ കൺസ്ട്രക്ടറിനെ എക്സ്പ്ലിസിറ്റ് കോൾ ചെയ്താലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇതിനകത്ത് ക്ലാസ് എ എന്ന് പറയുന്ന ഒരു പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ഉണ്ട്. ക്ലാസ് ബി അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ബിക്ക് ഒരു ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണുള്ളത്. ഇനി ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുക. പക്ഷെ അതിനകത്ത് ആദ്യം സൂപ്പർ 1 2 എന്ന് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സൂപ്പർ കോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് അതിന്റെ പാരന്റ് ക്ലാസ്സിലെ ഈ ഒരു പാരാമീറ്റർ കൺസ്ട്രക്ടറിലേക്ക് 1 2 2 വാല്യൂസ് ഇതിനെ ഇൻവോക്ക് ചെയ്യും. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ള എന്റെ വാല്യൂ ബിയുടെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യും. അതിന് ശേഷമാണ് ഇൻ ബി എന്ന് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എക്സാമ്പിൾസിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് അടിച്ചിട്ട് ഈ ഓരോ എക്സാമ്പിളും കേട്ട് നോക്കുക എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറേ പ്രാവശ്യം
ഇങ്ങനെ മനസ്സ് കൊടുത്ത് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു.